ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോ മാങ്ങാച്ചാർ നിറയ്ക്കുന്നതും പാക്ക് ചെയ്യുന്നതും ബോക്സിലാക്കുന്നതുമായിട്ടുള്ള വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഒരു പകുതി ഭാഗം മുൻപ് ഒരു വീഡിയോയിൽ ചെയ്തിട്ടുണ്ട്. ഇത് ഫുള്ളായിട്ടുള്ളൊരു വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ഇതുപോലെ മാങ്ങാച്ചാറിട്ട് ബക്കറ്റിലാക്കി വെച്ചതിന് ശേഷം ഞങ്ങൾ അത് കുറേശ്ശെ 200 ഗ്രാമിൻ്റെ ബോട്ടിലാണ് വാങ്ങുന്നത്. 200 ഗ്രാമിൻ്റെ ബോട്ടിലിൽ നിറച്ച് വയ്ക്കും. ഈ കറക്റ്റ് 200 അല്ല, 200 പിന്നെ ഒരു 5-10 അധികത്തിന് ഞങ്ങൾ ചേർക്കാറുണ്ട് കേട്ടോ. അങ്ങനെ ചേർത്തതിന് ശേഷം ഇതുപോലെ നിറച്ച് മാറ്റി വെച്ചതിന് ശേഷം ബോട്ടിലിൻ്റെ വാവട്ടം മൊത്തം നന്നായിട്ട് തുടച്ച് ഈർപ്പമൊന്നുമില്ലാത്ത വിധം തുടച്ച് മാറ്റിയതിന് ശേഷം ഇതുപോലെ അലുമിനിയം ഫോയിൽ വാങ്ങിക്കാൻ കിട്ടും. അത് വാങ്ങിച്ച് ഇസ്തിരിപ്പെട്ടിയുണ്ട്, അയൺ ബോക്സ് വെച്ച് നമ്മൾ നന്നായിട്ടത് ഉരുക്കി ഒട്ടിച്ചതിന് ശേഷം ഇതുപോലെ അടച്ച് കാറ്റുന്ന കയറ നല്ല മുറുക്കി അടയ്ക്കും കേട്ടോ. അടച്ചതിന് ശേഷം ശേഷമാണ് നമ്മൾ സ്റ്റിക്കറൊക്കെ ഒട്ടിച്ച് റെഡിയാക്കി റേറ്റൊക്കെ എഴുതി ഡേറ്റൊക്കെ വെച്ച് റെഡിയാക്കി കടകളിലേക്കായിട്ട് സെയിൽ ചെയ്യാറുള്ളത് കേട്ടോ. എനിക്ക് എല്ലാവരോടും പറയാനുള്ളതെന്ന് വെച്ചാൽ എനിക്ക് പറ്റുമെങ്കിൽ നിങ്ങൾക്കും പറ്റുമെന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം കേട്ടോ. ഇപ്പോൾ ഫോണിലൊക്കെ തന്നെ ഒരുപാടുണ്ട് സ്വയം തൊഴിലിനായിട്ടൊക്കെ ഉള്ള ഒത്തിരി മാർഗ്ഗങ്ങളും ഐഡിയാസൊക്കെ ഉണ്ട്. ഞാനും ഇതുപോലെ ബിസിനസ് ഐഡിയാസ് എന്നൊക്കെ യൂട്യൂബിൽ എഴുതി കൊടുത്ത് തന്നെയാണ് കേട്ടോ ഇതുപോലെ ഒത്തിരി പേര് അച്ചാറിൻ്റെ തൊഴിലൊക്കെ ചെയ്യുന്നത് കണ്ടാണ് കേട്ടോ മനസ്സിലൊരാഗ്രഹം. കുറച്ചൊക്കെ അച്ചാർ ഇടാൻ അറിയായിരുന്നു, പക്ഷേ അതിൻ്റെ കേടുകൂടാതിരിക്കുന്ന സീക്രട്ടൊന്നും എനിക്ക് അറിയില്ലായിരുന്നു. അപ്പോൾ ഫോണിൽ നോക്കി തന്നെയാണ് കേട്ടോ ഞാനിതൊക്കെ പഠിച്ച് മെനക്കെട്ടിരുന്ന ഫോണിൽ നോക്കി അതിൻ്റെ നിയമപരമായിട്ടുള്ള കാര്യങ്ങൾ, ഫുഡ് സേഫ്റ്റിയുടെ നമ്പരോ ഇതൊക്കെ മനസ്സിലാക്കി എടുത്തതിനൊക്കെ ശേഷമാണ് ഞാൻ ഈ തൊഴിലിലോട്ട് ഇറങ്ങിയത് കേട്ടോ. ഇനിയും കുറച്ചൊക്കെ കാര്യങ്ങൾ എനിക്ക് ചെയ്യാനുണ്ട്, എന്നാലും അതൊക്കെ വഴിയാവണ്ണം ചെയ്യാം. ഇപ്പോൾ എന്തായാലും ഈ തൊഴിൽ ഞാൻ എത്രയും പെട്ടെന്ന് തുടങ്ങണമെന്ന് ആഗ്രഹിച്ചു. ഏട്ടൻ്റെ സപ്പോർട്ടോടു കൂടി ഞാനിത് മുന്നോട്ട് കൊണ്ടുപോവുകയാണ് കേട്ടോ. അപ്പോൾ ഈ വീഡിയോ എന്ന് വെച്ചാൽ ഇത് നാരങ്ങയുടെയും ചെയ്യുന്നുണ്ട്, അപ്പോൾ ഇത് മാങ്ങയുടെയാണ്. ഇതെല്ലാം കൂടി ഒരു ദിവസം കൊണ്ടുപോകാനുള്ള ഐറ്റമാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ ഉടനെ തന്നെ ഇടുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഞങ്ങൾ അച്ചാറിൻ്റെ നിറച്ച് ഒട്ടിച്ച് കടകളിലേക്കായിട്ട് കൊണ്ടുപോകുന്നത്. ഏറ്റവും കുറഞ്ഞത് 3 മാസത്തെ കാലാവധി ഞങ്ങൾ വച്ചിട്ടുണ്ടെങ്കിലും 2 മാസമൊക്കെ ആകുമ്പോഴേക്കും ഞങ്ങളത് തിരിച്ചെടുക്കും. കടക്കാർക്ക് ബുദ്ധിമുട്ടാക്കില്ല, കാരണം ഒരു കമ്പനി അച്ചാറൊക്കെ 1 വർഷം വരെയൊക്കെ ഇരിക്കും. നമ്മളങ്ങനെയല്ലല്ലോ, വീട്ടിലിടുന്ന ഹോം മെയ്ഡ് അച്ചാറല്ലേ, അപ്പോൾ അത്രയും നാൾ നമ്മൾ വെക്കില്ല. അപ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ. നമ്മുടെ മാങ്ങാച്ചാറിനും നാരങ്ങാച്ചാറിനും ഒക്കെ നല്ല ടേസ്റ്റാണ്. വേണം എന്നുള്ളവരെ കമൻറ്റിൽ അറിയിക്കാൻ മറക്കരുത്. ഞാൻ കമൻറ്റിൽ നോക്കുന്നതായിരിക്കും, റിപ്ലൈ തരുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ ഈ ചാനലിന് എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടായിരിക്കണം, സബ്സ്ക്രൈബ് ഉണ്ടായിരിക്കണം, ലൈക്ക് ഉണ്ടായിരിക്കണം, ഷെയറിങ് ഉണ്ടായിരിക്കണം കേട്ടോ. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ്. നമ്മുടെ ഈ തൊഴിലിന് എല്ലാവരുടെയും അനുഗ്രഹവും ഉണ്ടായിരിക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട് കേട്ടോ. എല്ലാവരും